തരൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ UDF ജനപ്രതിനിധികളെയും ആദരിച്ചു. വടക്കഞ്ചേരി മന്നമൈതാനിയിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ദേശീയ ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ കൊമ്പും തുമ്പിക്കൈയുമുള്ള ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കരിവീടന്മാരുടെ മസ്തകം പിളർത്തി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം മിന്നുന്ന വിജയമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് കോട്ടകൊത്തളങ്ങൾ തകർത്ത് ഈ പ്രദേശത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായി ഈ നാട്ടിലെ ജനകീയ മുഖങ്ങളായി മാറിയ മുഴുവൻ ജനപ്രതിനിധികളെയും ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഈ തരൂർ പ്രയാഗ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തും ഈ സംസ്ഥാനം കട്ടുമുടിച്ച് ഭരിക്കുമ്പോൾ 10 വർഷം മുന്നേ LDF വരും എല്ലാം ശരിയാകുമെന്ന മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിലേക്ക് കടന്നു വന്ന പിണറായി സർക്കാരിനെതിരെ 5 വർഷം ഈ നാട് കൊള്ളയടിച്ച് ഭരിച്ചിട്ടും പിന്നീട് ഉറപ്പാണ് LDF, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് പെൻഷൻ, ഉറപ്പാണ് തൊഴിൽ, ഉറപ്പാണ് സ്ത്രീ ശാക്തീകരണം, ഉറപ്പാണ് സംരക്ഷണം, ഉറപ്പാണ് മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടത്തിലെ ജനവിധി അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരള ജനത അറിഞ്ഞു നൽകിയ സമ്മാനമായിട്ടാണ് കാണുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റിനാസ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജയഘോഷ് മുഖ്യപ്രഭാഷണം നടത്തി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവ ജോളി മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഇലിയാസ് പടിഞ്ഞാറേക്കളം, ഉദയൻ കാവശ്ശേരി, കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് റെജി കെ മാത്യു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാദുഷാ പ്രധാനി, വടക്കഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചുവട്ടുപാടം തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.